ഇപ്പൊ അവനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അവന്റെ ഏറ്റവും വലിയ പേടി ജോലി ഇല്ലാത്തതോ കടക്കാരെയോ അപ്പച്ചന്റെ വലിവോ ഇതൊന്നും അല്ല പ്രശ്നം. അവനതൊന്നും അല്ല പേടി. പിന്നെന്താ പേടി? നിന്നെ എന്നെയോ? ഞാൻ എന്തോ ചുമ്മാ വഴക്കുണ്ടാക്കുന്നു പറയും. ഞാൻ ചുമ്മാ വഴക്കുണ്ടാക്കുന്നു. എന്റെ ചേച്ചി, ഞാൻ എന്നെ പോലൊരു സ്ത്രീയെ അങ്ങേർക്ക് ജീവിതത്തിൽ ഭാര്യയായിട്ട് കിട്ടത്തില്ല. എന്താ എന്താ തൊണ്ടയില് വെള്ളം. ഞാൻ ഈ പിടിച്ചും മേടിച്ചോണ്ടൊക്കെ പോന്നില്ലയോ? ഞാൻ കുറിച്ചിട്ടേക്ക് കയറുന്ന അതൊക്കെ പൈസ ഒരെണ്ണം വിളിച്ചിട്ട് റോസ്മേരിയുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തു. വീട്ടിൽ കൊണ്ട് കൈ നീട്ടി അപ്പച്ചന്റെ അമ്മച്ചന്റെ കൈ നീട്ടി പൈസ മേടിക്കുമ്പോ അത് തിരിച്ചു കൊടുക്കണ്ടായോ? തിരിച്ചു കൊടുത്താലല്ലേ പിന്നെ നമുക്ക് കിട്ടത്തുള്ളു. അതെ, എന്തൊക്കെ പറഞ്ഞാലും ശരി, കല്യാണം കഴിഞ്ഞ് 2 കുട്ടിയുള്ള അവൻ ഭാര്യയുടെയും കുട്ടികളുടെയും കൂടെ തന്നെ ജീവിക്കണം. അതെ, എന്തൊക്കെ പറയും, ഇങ്ങനെയെങ്കിലും ഒക്കെ പോണം. ഇപ്പൊ നീ ഫോൺ വിളിച്ചിട്ട് എടുക്കണ്ടോ? എടുക്കുന്നില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, എന്തേലും ഒരു വഴിയുണ്ട്. ഞാൻ അവനെ നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് തരും. ശരിക്കും? ശരിക്കും. എന്റെ മുമ്പിൽ ഒന്ന് എത്തിച്ചു തന്നാ മതി. പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന കാര്യം ഞാൻ ഏറ്റു. അപ്പൊ ആരും കണ്ണുനീര് ഒലിപ്പിച്ചോണ്ട് തടസ്സം നിൽക്കാൻ വന്നേക്കരുത്. ഇനി ഞാനൊന്നും പറയത്തില്ല. ഞാനും എന്റെ ക്ലീറ്റോ ചേട്ടനൊന്നും അവനെ ഉപദ്രവിക്കരുത് റോസ്മേരി. പറഞ്ഞില്ലേടൊന്നും ഞാൻ കുണ്ടയാന്ന്. അല്ല, ഞാൻ പറഞ്ഞത് അവൻ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തോന്ന്? എന്നാള് നീ അവനോട് ഇങ്ങനെ കൈ വീശി സംസാരിച്ചപ്പോ അവന്റെ മേത്ത് കൊണ്ടുവന്ന് പറഞ്ഞാൽ അത് മേത്ത് കൊണ്ടതും മിറ്റല്ല. എന്റെ ദൈവമേ, അങ്ങനെ നല്ല ആഞ്ഞൊന്ന് നടന്നു പോയാൽ ഞാൻ തെറിച്ചു വീഴും. അതുപോലത്തെ മനുഷ്യനെ ഞാൻ എന്തോ ചെയ്തെന്ന്. ഇത്രയും വലിപ്പമുള്ള മനുഷ്യനെ ഞാൻ എങ്ങനെ അടിക്കാണ്? നിങ്ങൾ എന്തോ ഈ പറയുന്നേ? പിന്നെ മേല് നൊന്ത ആരായാലും തിരിച്ചെന്തേലും ഒക്കെ കൊടുത്തെന്നിരിക്കുക.